Hi all, hearty welcome to our spoken English class. ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ രണ്ട് വാക്കുകളുടെ ഉപയോഗങ്ങൾ, പല രീതിയിലുള്ള ഉപയോഗങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. രണ്ട് വാക്കുകളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന വാക്കുകളാണ്. ക്യാൻ, കുഡ്. അപ്പോൾ ക്യാൻ എങ്ങനെ ഉപയോഗിക്കാം, കുഡ് എങ്ങനെ ഉപയോഗിക്കാം, ക്യാൻ എങ്ങനെ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം, കുഡ് എങ്ങനെ സെൻറ്റൻസുകളിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കും. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ക്യാൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാൻ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ആദ്യം ഓർത്തിരിക്കുക, ക്യാൻ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒന്നാമതായി ക്യാൻ ഉപയോഗിക്കുന്നത് എബിലിറ്റി അല്ലെങ്കിൽ കഴിവ്, ചെയ്യാനുള്ള കഴിവ്, എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ്, ഈ കഴിവ് എന്നുള്ള രീതിയിലാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ എബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തെ സ്ട്രെസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ക്യാൻ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഷീ ക്യാൻ സിങ് എ സോങ് ഇൻ സ്പാനിഷ് ലാംഗ്വേജ്. അവൾക്ക് സ്പാനിഷ് ഭാഷയിൽ ഒരു പാട്ട് പാടാൻ കഴിയും. ഇവിടെ അവളുടെ കഴിവിനെയാണ് കാണിക്കുന്നത്. ഹി ക്യാൻ സ്വിം ലൈക്ക് എ ഫിഷ്. അവന് ഒരു മത്സ്യത്തെ പോലെ നീന്താൻ കഴിയും. ദേ ക്യാൻ ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഡെയിലി. അവർക്ക് ദിവസവും ഏതെങ്കിലും ഒരു തരം ഭക്ഷണം കഴിക്കാൻ സാധിക്കും. രണ്ടാമതായി ക്യാൻ ഉപയോഗിക്കുന്നത് പോസിബിലിറ്റി അഥവാ സാധ്യതയെ കാണിക്കുന്നതിനാണ്. അപ്പോൾ സാധ്യതയെ കാണിക്കുന്ന രീതിയിൽ ക്യാൻ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ നമുക്ക് പരിശോധിക്കാം. എ ബീ സ്റ്റിംഗ് ക്യാൻ കോസ് പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട്. തേനീച്ച കുത്ത് വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാവാൻ സാധ്യതയുള്ളതാണ്. ഷീ ക്യാൻ റൺ എ മൈൽ ഇൻ അണ്ടർ 8 minutes. 8 മിനിറ്റിനകം അവൾ 1 മൈൽ ഓടാൻ സാധ്യതയുണ്ട്. ഇറ്റ് ക്യാൻ ബി വെരി കോൾഡ് ഇൻ ദിസ് വിൻ്റർ സീസൺ. ഈ ശൈത്യകാലത്ത് നല്ല തണുപ്പിന് സാധ്യതയുണ്ട്. അടുത്തതായി ക്യാൻ ഉപയോഗിക്കുന്നത് പെർമിഷൻ ചോദിക്കുന്നതിന്, അനുവാദം ചോദിക്കുന്നതിനാണ്. അപ്പോൾ അനുവാദം ചോദിക്കുന്നതിന് ക്യാൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അനുവാദം അല്ലെങ്കിൽ പെർമിഷൻ്റെ കാര്യത്തിൽ നമുക്ക് 3 രീതിയിലാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. ഒന്നാമതായി ആസ്കിങ്, അനുവാദം ചോദിക്കുന്നതിൽ. രണ്ടാമതായി ഗിവിങ്, അനുവാദം കൊടുക്കുന്നതിൽ. മൂന്നാമതായി നമ്മൾ കൊടുക്കുന്ന അനുവാദത്തെ പ്രസ്താവിക്കുന്ന രീതിയിൽ അഥവാ സ്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഒന്നാമതായി അനുവാദം ചോദിക്കുന്നത് ആസ്കിങ്. ക്യാൻ ഐ സിങ് എ സോങ്? എനിക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? രണ്ടാമതായി ഗിവിങ്, അനുവാദം കൊടുക്കുന്നത്. യു ക്യാൻ ഗോ ഹോം നൗ. നിനക്ക് ഇപ്പോൾ വീട്ടിൽ പോകാൻ സാധിക്കും, അതായത് നിനക്കിപ്പോൾ വീട്ടിൽ പോകാം എന്ന ഒരു അനുമതി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്റ്റേറ്റിംഗ്, മൂന്നാമതായി നാം കാണുന്നത് സ്റ്റേറ്റിംഗ് അഥവാ പ്രസ്താവനയാണ്. നാം കൊടുക്കുന്ന അനുവാദത്തെ പ്രസ്താവിക്കുന്നതാണിത്. അതായത് എക്സാമ്പിൾ നോക്കുക, സ്റ്റുഡൻസ് ക്യാൻ ട്രാവൽ ഫോർ ഫ്രീ. അതായത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ യാത്ര സൗജന്യമായി നൽകുന്നു, പെർമിഷൻ കൊടുക്കുന്നതിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റായി അവതരിപ്പിച്ചിരിക്കുന്നു. നാലാമതായി ക്യാൻ റിക്വസ്റ്റ്, അഭ്യർത്ഥനകൾ നടത്തുന്നതിന് ക്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് അഭ്യർത്ഥനകൾ നടത്തുന്നതിന് ക്യാൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ക്യാൻ യു കൺവേ മൈ റിഗാർഡ്സ് ടു ഹെർ. നിങ്ങൾക്ക് എൻ്റെ അന്വേഷണങ്ങൾ അവളെ അറിയിക്കാൻ സാധിക്കുമോ? ക്യാൻ വി ഗോ ഹോം നൗ? ഞങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമോ? ശ്രദ്ധിക്കുക, ക്യാൻ ഉപയോഗിച്ചിട്ടുള്ള അഭ്യർത്ഥനകൾ തികച്ചും ഇൻഫോർമലായിട്ടുള്ള, പൊളൈറ്റ്നെസ് ഒന്നും അങ്ങനെയൊന്നും എടുക്കാത്ത രീതിയിലുള്ള അഭ്യർത്ഥനകളാണ്. ക്യാൻ യു സെൻഡ് മീ എ മെസ്സേജ്? നിങ്ങൾ എനിക്കൊരു സന്ദേശം അയക്കുമോ? ആറാമതായി ഓഫറുകൾ നടത്തുന്നതിന്, എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്യാൻ ഉപയോഗിച്ച് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കാം. Can I get you a hot coffee? ഞാൻ നിനക്ക് ഒരു ചൂട് കാപ്പി കൊണ്ടുവരട്ടെ. ഇവിടെ ഒരു ചൂട് കാപ്പിയാണ് ഓഫർ ചെയ്യുന്നത്. I can offer you my room. ഞാൻ നിനക്ക് എൻ്റെ മുറി തരാം. അതായത് മുറിയാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. Can you offer me your precious time? നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക്
തരുമോ, അതായത് നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് ഒരു ഓഫറായി തരുമോ എന്നാണ് അർത്ഥമാക്കുന്നത്. ക്യാൻ്റെ നെഗറ്റീവാണ് കനോട്ട്. അപ്പോൾ കനോട്ട് എന്നത് നമുക്കറിയാം സാധിക്കുകയില്ല, സാധ്യതയില്ല, പറ്റുകയില്ല എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. നോട്ട് അലൗഡ് എന്നുള്ള രീതിയിലാണ്, അതായത് അനുവാദമില്ല എന്നുള്ള രീതിയിലാണ് കനോട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പം നമുക്ക് കഴിയില്ല എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പം ഈ രണ്ട് രീതിയിലുള്ള കനോട്ടിന്റെ പ്രയോഗം നമുക്ക് നോക്കാം. ഐ കനോട്ട് ബെയർ ദിസ് പെയിൻ, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. സോഫി ക്യാൻറ്റ് കോൺസെൻട്രേറ്റ് ഇൻ ഹെർ സ്റ്റഡി, സോഫിക്ക് അവളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. യു ക്യാൻറ്റ് യൂസ് മൈ ഫോൺ, നിനക്ക് എൻ്റെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുഡ് എന്ന് പറയുന്ന പദത്തിന്റെ പ്രയോഗമാണ്. കുഡ് എന്ന് പറയുന്നത് ക്യാൻ എന്ന പദത്തിന്റെ പാസ്റ്റ് ടെൻസിലുള്ള പ്രയോഗമാണ് കുഡ് എന്നുള്ളത്. അപ്പൊ കുഡ് ഏതൊക്കെ രീതിയിൽ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി കുഡ് നമുക്ക് എബിലിറ്റിയെ കാണിക്കുന്നതിന്, കഴിവിനെ കാണിക്കുന്നതിനായിട്ട് നമ്മൾ കുഡ് ഉപയോഗിക്കാറുണ്ട്. കുഡ് എങ്ങനെയാണ് കഴിവുകൾ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നതെന്ന് ഉള്ള സെന്റൻസുകൾ നമുക്ക് പരിശോധിക്കാം. ഷീ കുഡ് പെയിൻറ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് ഡ്രോയിങ് ക്ലാസ്, ഡ്രോയിങ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് വരക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5, എനിക്ക് 5 വയസ്സുള്ളപ്പോഴേ നീന്തുവാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഡാൻസ് ലൈക്ക് എ പ്രൊഫഷണൽ, നല്ല വൈദഗ്ധ്യമുള്ള ആളെ പോലെ എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയുമായിരുന്നു. രണ്ടാമത് ക്യാനിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പോസിബിലിറ്റിയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പോസിബിലിറ്റിയെ കാണിക്കുന്നതിന് എങ്ങനെ കുഡ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇറ്റ് കുഡ് റെയിൻ ദിസ് ഈവനിങ്, ഇന്ന് വൈകിട്ട് മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. വി കുഡ് ഗോ ടു ബീച്ച് ടുമോറോ, നമ്മൾ നാളെ ബീച്ചിൽ പോകാൻ സാധ്യതയുണ്ട്. യു കുഡ് കോസ് ആൻ ആക്സിഡൻറ്റ് ഡ്രൈവിംഗ് ലൈക്ക് ദിസ്, ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അപകടത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, മൂന്നാമതായിട്ട് ക്യാൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടത് ഇൻഫോർമൽ ആയിട്ടുള്ള പെർമിഷൻ ചോദിക്കുന്ന, അനുവാദം ചോദിക്കുന്ന രീതിയാണ് ക്യാൻ വെച്ചിട്ട് നടത്തുന്നത്. പക്ഷെ കുഡ് വെച്ചിട്ട് നമുക്ക് പെർമിഷൻ ചോദിക്കാം. അത് വളരെ ഫോർമൽ ആയിട്ടുള്ളതും പൊളൈറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള രീതിയാണ്. അപ്പൊ എങ്ങനെയാണ് കുഡ് വെച്ചിട്ട് നമുക്ക് പെർമിഷൻ ചോദിക്കുന്നത് എന്ന് നോക്കാം. കുഡ് ഐ ഇൻറ്ററപ്റ്റ്, ഞാൻ ഇടപെട്ടോട്ടെ. ഇപ്പോൾ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഇടപെടണമെങ്കിലാണ് ഈ രീതിയിൽ ഫോർമലായിട്ടുള്ള കുഡ് ഐ ഇൻറ്ററപ്റ്റ് എന്ന ചോദ്യം ചോദിക്കുന്നത്. കുഡ് ഐ മീറ്റ് യു ഇൻ ദി ഓഫീസ്, എനിക്ക് താങ്കളെ ഓഫീസിൽ വച്ച് കാണാൻ സാധിക്കുമോ. ഇത് ഓഫീസിൽ വെച്ച് കാണാനുള്ള ഒരു പെർമിഷൻ ചോദിക്കുന്നതാണ്. കുഡ് ഐ ബോറോ യുവർ പെൻ ഫോർ എ മൊമെൻറ്റ് പ്ലീസ്, ദയവായി ഒരു നിമിഷത്തേക്ക് താങ്കളുടെ പേന എനിക്കൊന്ന് കടമായി തരുവാൻ സാധിക്കുമോ. ഇത് ഒരാളുടെ പേന എടുക്കുന്നതിന് അയാളുടെ അനുവാദം ചോദിക്കുന്നതാണ് കാണുന്നത്. ഇനി ക്യാൻ വെച്ച് നടത്തിയ പോലെ തന്നെ കുഡ് വെച്ച് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്, അഭ്യർത്ഥിക്കാം. പക്ഷെ ക്യാൻ വെച്ചിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുമ്പോഴേക്കും അത് ഇൻഫോർമൽ ആയിട്ടുള്ളതാണ്. പക്ഷെ കുഡ് വെച്ച് നമ്മൾ അഭ്യർത്ഥിക്കുമ്പോഴേക്കും അത് ഫോർമൽ ആയിട്ടുള്ളതുമാണ്, അത് പൊളൈറ്റ് ആയിട്ടുള്ളതാണ്. വളരെ മര്യാദയോടുകൂടി ചോദിക്കുമ്പോഴേക്കുമാണ് നമ്മൾ കുഡ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. കുഡ് ഐ ടേക്ക് യുവർ ബുക്ക്, ഞാൻ താങ്കളുടെ പുസ്തകം എടുത്തോട്ടെ. ഇതൊരു റിക്വസ്റ്റാണ്. കുഡ് ഐ ലീവ് ഏർലി ടുഡേ, ഇന്ന് ഞാൻ നേരത്തെ പോയിക്കോട്ടെ. കുഡ് വി പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്, നമുക്ക് മീറ്റിംഗ് മാറ്റിവെക്കാൻ പറ്റുമോ. അഞ്ചാമതായിട്ട് നമ്മൾ സജഷൻസ് നടത്തുമ്പോഴേക്കും, ഏതെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴേക്കും നമുക്ക് അവിടെ കുഡ് എന്ന പദം ഉപയോഗിക്കാം. വി കുഡ് മീറ്റ് അറ്റ് ദ വീക്കെൻഡ്, നമുക്ക് ആഴ്ചയുടെ അവസാനം കൂടാം അല്ലെങ്കിൽ മീറ്റ് ചെയ്യാം. ഇവിടെ ഒരു നിർദ്ദേശം വഹിക്കുന്ന രീതിയിലാണ് കുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ കുഡ് ക്വിറ്റ് ദിസ് ജോബ്, അവന് ഈ ജോലി ഉപേക്ഷിക്കാൻ പറ്റും. അതായത് ഇവിടെ അവൻ ജോലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നൊരു നിർദ്ദേശമാണ് കൊടുക്കുന്നത്. യു കുഡ് ഗെറ്റ് ദ ടിക്കറ്റ്സ് ബിഫോർ ദ ഷോ, ഷോയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും.
അല്ലെങ്കിൽ ഷോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊരു നിർദ്ദേശമാണ് കിട്ടുന്നത്. ക്യാൻ എന്ന് പറയുന്ന പദത്തിൻ്റെ ഒരു കണ്ടീഷണൽ ഫോമായിട്ട് നമുക്ക് കുഡിനെ ഉപയോഗിക്കാം. അതായത് വ്യവസ്ഥ കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് കുഡ് എന്നുള്ള പദം ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് കുഡ് യൂസ് ദ സ്വിമ്മിംഗ് പൂൾ ഇഫ് ദേ വാണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം. ഇതിലൂടെ ഒരു വ്യവസ്ഥയാണ് നാം കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐ കുഡ് സിറ്റ് ഹിയർ ഇഫ് യു അലോ മീ. നിങ്ങൾ എന്നെ അനുവദിക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഇരിക്കാൻ കഴിയും. അനുവദിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വ്യവസ്ഥ. ഐ കുഡ് ഗോ ടു പാരീസ് ഇഫ് ഐ കംപ്ലീറ്റഡ് ദ കോഴ്സ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പാരീസിൽ പോകാമായിരുന്നു. ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ വ്യവസ്ഥയായിട്ട് വരുന്നത്. ക്യാനിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ കുഡിൻ്റെ കാര്യത്തിലും നെഗറ്റീവ് ഫോം ഉണ്ട്. അതാണ് കുഡിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുഡിൻറ്റ് ഉപയോഗിക്കുന്നത് കഴിയുമായിരുന്നില്ല എന്ന ഒരു പാസ്റ്റിലെ ഒരു റെഫറൻസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കുഡിൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. ഐ കുഡിൻറ്റ് സ്വിം വെൻ ഐ വാസ് എ ചൈൽഡ്. ഒരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്തുവാൻ സാധിക്കുമായിരുന്നില്ല. വി കുഡ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ബിഫോർ ജോയിനിങ് എ കോഴ്സ്. ഒരു കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ദ ബാങ്ക് വാസ് ക്ലോസ്ഡ് സോ ഐ കുഡിൻറ്റ് ടേക്ക് ദ മണി. ബാങ്ക് അടച്ചിരുന്നത് കൊണ്ട് എനിക്ക് പണമെടുക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ക്യാൻ, കുഡ് എന്നുള്ള രണ്ട് വാക്കുകളുടെ വ്യത്യസ്തമായ ഉപയോഗ രീതികൾ കണ്ടു. അപ്പോൾ ഇത് നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ വർക്കുകൾ നമുക്ക് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.